വൈവിധ്യമാർന്ന ഭക്ഷണ വസ്തുക്കളാണ് മനുഷ്യൻ ആഹാരമാക്കുന്നത്. ഇനിയാണ് നമ്മളുടെ കാര്യം വരുന്നത് അല്ലേ. ദഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദഹനം എന്ന് വെച്ചാൽ ഡൈജഷൻ എന്ന് വെച്ചാൽ എന്താണ്? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്നു. സങ്കീർണമായിട്ടുള്ളത് അല്ലേ, വലിയ ആഹാര ഘടകങ്ങൾ എന്താക്കി മാറ്റി? കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുന്നു അല്ലേ. അപ്പൊ സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ദഹനം എന്ന് പറയുന്നത്. ഈ ദഹനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. യാന്ത്രിക ദഹനവുമുണ്ട്, രാസിക ദഹനവുമുണ്ട്. രാസിക ദഹനവുമുണ്ട്. അപ്പൊ എന്താണ് യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ? പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എന്തോ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെ. എന്തോ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ്? ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. യാന്ത്രിക ദഹനത്തിൽ നിന്നാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്നാണ് പറയുന്നത്. ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. ആരുടെ സഹായത്താലാണ്? പല്ലുകളെ അല്ലെ. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പം എന്താണ് യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ? പല്ലിൻ്റെ സഹായത്താൽ ചവച്ചരയ്ക്കുന്നു. അതുപോലെ തന്നെ ചെറുകുടലിലെയും ആമാശയത്തിലെയും പേശികളുടെ സങ്കോചങ്ങളിലൂടെയും കൂടിയും എന്ത് സംഭവിക്കുകയാണ്? ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റാണ് അല്ലേ. സങ്കീർണമായിട്ടുള്ള ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് രാസിക ദഹനം എന്ന് പറയുന്നത്? രാസിക എന്ന് വെച്ചാൽ എന്തോ രാസപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് ആലോചിക്കാം. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? എൻസൈംസ് ആണ് അല്ലേ ഇവിടെ ഇമ്പോർട്ടൻ്റ്. രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ എന്ന് വെച്ചാൽ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ദഹനം എന്ന് വെച്ചാൽ ചെറുകണികളാക്കി മാറ്റാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്, യാന്ത്രിക ദഹനമെന്നും രാസിക ദഹനമെന്നും. യാന്ത്രിക ദഹനം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? നമ്മെ പല്ലിൻ്റെയും അതുപോലെ തന്നെ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ സഹായത്തോടു കൂടിയും ആഹാരത്തെ ചെറുകണികകളാക്കിയിട്ട് മാറ്റുന്നു. രാസിക ദഹനം എന്ന് വെച്ചാൽ എന്താണ്? എൻസൈമുകളുടെ പ്രവർത്തനത്താലാണ് ചെറുകണികകളാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? നമ്മുടെ വായു ഉണ്ടല്ലേ, വായു അതുപോലെ തന്നെ എന്താണ്? ചെറുകുടല്, വൻകുടല്, വായു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആമാശയം ഉണ്ട് അല്ലേ. ആമാശയം സ്റ്റമക്ക് അല്ലേ. അതിനുശേഷം എന്താണ്? ചെറുകുടല്, വൻകുടല് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പശുവിൻ്റെ അയവിറക്കലിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ പശു എന്ന് പറയുന്ന ആള് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് പശുവിനെന്ന് പറയുന്നത്? ഈ ദഹനത്തിന് വേണ്ടി എന്തൊക്കെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വിശ്രമിക്കുമ്പോൾ പശുക്കൾ തുടർച്ചയായിട്ട് ചവയ്ക്കുന്നു അല്ലേ. അവരെന്താണ്? ആഹാരം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് കാരണം കുറച്ച് നേരത്തിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്? അവിടെ നമ്മൾ പുല്ലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുല്ലിൻ്റെ അവിടെ കൊണ്ട് നിർത്തി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാലും എന്താണ്? ചവച്ചരയ്ക്കുന്നത് കാണാം. അപ്പോൾ എങ്ങനെയാണ്, എന്ത് കഴിച്ചിട്ടാണ് അവർ ചവച്ചരയ്ക്കുന്നതെന്ന് ഡൗട്ട് തോന്നാം. അപ്പോൾ അതെന്താണ് കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവയുടെ ആമാശയത്തിന് 4 അറകളാണ്. പശുക്കളുടെ ഒക്കെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത്? 4 അറകളാണുള്ളത്. ഏതൊക്കെയാണ് അറകൾ? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. എന്തൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം എന്ന് പറയുന്ന 4 അറകളാണ് ആർക്കുള്ളത്? പശുക്കൾക്കുള്ളത്. ഇനി ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് മുതലായ ഘടകങ്ങൾ അല്ലേ. സെല്ലുലോസ് നമുക്കറിയാം, പശു കഴിക്കുന്ന എപ്പോഴും സസ്യങ്ങളായിരിക്കും. സസ്യങ്ങളിൽ എന്താണുള്ളത്? സെല്ലുലോസ് ആണുള്ളത്. അപ്പോൾ ഈ സെല്ലുലോസും ഹെമിസെല്ലുലോസും ആരാണ്? ഏത് 2 അറകളാണ്? റൂമനിലും റെറ്റിക്കുലത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് വിഘടിപ്പിക്കുന്നത്. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരിക്കപ്പെടുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. അപ്പോൾ റൂമനിലെത്തിയ എൻസൈംസ് ആണ് ആദ്യം തന്നെ വിഘടിപ്പിക്കുന്നത്. അതിനുശേഷം എന്താണ്? തിരിച്ച് വായിലേക്ക് എത്താണ് അല്ലേ, അല്ലെങ്കിൽ റൂമനിലേക്ക് എത്താണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? റൂമനിൽ നിന്നും വീണ്ടും വായിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും ദഹന പ്രക്രിയ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആഹാരം പശുക്കൾ എങ്ങനെയാണ് ചവയ്ക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ഘടകങ്ങളും നോക്കാം. നമ്മളെ എങ്ങനെയാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നതിലേക്ക് എത്തുന്നതിനുള്ള സ്റ്റെപ്സ് നോക്കാം. ആദ്യം തന്നെ വായിലേക്കാണ് എത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം തന്നെ വായിലേക്ക് മൗത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കുവാനും ചവച്ചരയ്ക്കുവാനും സഹായിക്കുന്നു.
പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കുവാനും ചവച്ചരയ്ക്കുവാനും സഹായിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ, 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ക്ലാസ്സുകൾ പോയിട്ട് കാണാം കേട്ടോ. അതിനുശേഷം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആദ്യം തന്നെ ചെറിയ പോർഷൻസ് പഠിക്കുക, അതിനുശേഷമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കുവാനും ചവച്ചരയ്ക്കുവാനാണ് സഹായിക്കുന്നത്. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നു. ആ ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? നാക്കും ഉമിനീറുമാണ് എന്താണ് സഹായിക്കുന്നത്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് അല്ലേ. ഉമിനീറിൽ എന്തുണ്ട്? സലൈവറി അമലേസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട് അല്ലേ. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പറയുന്നുണ്ട്. പല്ലിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, അവയുടെ ധർമ്മം ഏതൊക്കെയാണെന്ന് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പല്ലിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ചർവണകം, അഗ്രചർവണകം പോലെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതൊന്ന് നോക്കി നോക്കാട്ടെ പോയിട്ട്. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പല്ലിൻ്റെ ഘടന എന്താണെന്ന് പറയുന്നുണ്ട്. ഇനാമൽ അല്ലേ. ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമായ പദാർത്ഥമാണ് ഇനാമൽ എന്ന് പറയുന്നത്. പല്ലിൻ്റെ പുറം കവചം നിർജീവമാണ്. പല്ലിൻ്റെ പുറം ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അത് നിർജീവമാണ് അല്ലേ. ജീവനില്ലാത്തതാണ് പല്ലിൻ്റെ ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിൻ്റെ പുറം കവചം നിർജീവമാണ്. ഇനി ഡെൻറ്റൈൻ എന്ന് വെച്ചാൽ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അല്ലേ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയെയാണ് എന്തെന്ന് പറയുന്നത്? ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഇനി പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയൊക്കെ കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? പൾപ്പ് ക്യാവിറ്റിയിൽ എന്താണ് കാണപ്പെടുന്നത്? രക്തക്കുഴൽ, നാഡി, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് അല്ലേ. ഇനി സിമൻറ്റം എന്ന് പറയുന്നത് എന്താണ്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകലയാണ് സിമൻറ്റം. പേരിലുണ്ടല്ലേ. സിമൻ എന്ന് വെച്ചാൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകലയാണ് സിമൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഘടന പറഞ്ഞു അല്ലേ. ഇനാമൽ ഉണ്ട്. ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. അത് പുറം ഭാഗമാണ്. ഡെൻറ്റൈൻ എന്ന് വെച്ചാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ഇനി പൾപ്പ് ക്യാവിറ്റി എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയുണ്ട്? രക്തക്കുഴലുകളൊക്കെ ഉണ്ട്. സിമൻ എന്ന് വെച്ചാൽ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകലയാണ്. അപ്പോൾ പല്ലിനെ നമ്മൾ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പല്ല് നമ്മൾ പറഞ്ഞു 4 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു പറഞ്ഞത്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നീ 4 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ എന്താ പറഞ്ഞത്? നമ്മൾ 2-1, 2-3 എന്ന് പറയുന്ന ഫോർമാറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ, എല്ലാത്തിനോടും ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം അങ്ങനെ ഇൻറ്റു 4 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വാല്യൂസ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഉളിപ്പല്ല് എന്ന് പറയുന്നത് കടിച്ച് മുറിക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ കോമ്പല്ല് കടിച്ച് കീറാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. ഇനി നമുക്ക് ആമാശയം നോക്കാം. വായിൽ നിന്ന് നേരെ ആഹാരം എങ്ങോട്ടെത്താണ്? ആമാശയത്തിലേക്ക് എത്താണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. അപ്പോൾ ആമാശയ ഭിത്തികളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന തരംഗ രൂപത്തിലുള്ള ചലനം നടക്കുന്നുണ്ട്. ആ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ പെരിസ്റ്റാൾസിസ് ആണ് എന്ത് സംഭവിക്കുന്നത്? ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത്. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ ആമാശയത്തിൽ എന്തുണ്ട്? ഒരു വലയപേശി ഉണ്ട് അല്ലേ. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല. അത് പുതിയൊരു വേർഡാണ് ട്ടോ, വലയപേശി എന്ന് പറയുന്നത്. അപ്പോൾ ആമാശയത്തിൽ എന്തുണ്ട്? വലയപേശി എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഭാഗത്തുണ്ട്. അവിടെയാണ് ആഹാരം താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്കെങ്കിലും സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാലോ ദഹനം കഴിയുന്നത് 2 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ആഹാരം എന്ന് പറയുന്നത്. ഇനി ചെറുകുടൽ നേരെ ആമാശയത്തിൽ നിന്ന് എങ്ങോട്ട് എത്തിക്കുകയാണ്? ചെറുകുടലിലേക്ക് എത്താണ്. ചെറുകുടൽ എന്ന് പറയുന്നത് എന്താണ്? ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ചെറുകുടലിൽ നടക്കുന്നത് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രവർത്തനമാണ്. അവിടെ ആ പ്രവർത്തനങ്ങൾ വഴി ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിൽ നിന്ന് പല്ലിൻ്റെ ഘടന മനസ്സിലായി. അതുപോലെ തന്നെ എന്താണ്? വായ്, ആമാശയം, ചെറുകുടൽ എന്നിവയുടെ യാന്ത്രിക ദഹനവും മനസ്സിലായി അല്ലേ. ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. മനസ്സിലായില്ലോ അല്ലേ എല്ലാവർക്കും?
മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനി എന്താണ് വിഴുങ്ങൽ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ദഹിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇനി വിഴുങ്ങൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. വിഴുങ്ങുമ്പോൾ ആഹാരം എന്തുകൊണ്ടാണ് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അതെന്ത് കാരണമാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കിയേ, എപ്പിഗ്ലോട്ടിസം, ചെറുനാക്ക് എന്നിവയുടെ സ്ഥാനം പ്രവർത്തനം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഭക്ഷണം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ നാക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? ഇതാണ് നാക്ക് എന്ന് പറയുന്നത്. പിന്നെ അണ്ണാക്ക് നൽകിയിട്ടുണ്ട്, ചെറുനാക്ക് നൽകിയിട്ടുണ്ട്. ചെറുനാക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ആ വേർഡ് ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് നോക്കി വെക്കിട്ടെ. നമുക്ക് ഇനി പറയുന്നുണ്ട് ചെറുനാക്ക് എന്ന് പറയുന്നത് എന്താണ്. അതുപോലെ തന്നെ ഗ്രസനി നോക്കുക, ഗ്രസനി. എപ്പിഗ്ലോട്ടിസ് നോക്കുക, എപ്പിഗ്ലോട്ടിസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അന്നനാളം അല്ലേ? അന്നനാളം, നേരെ അന്നനാളം വഴിയാണല്ലോ ആമാശയത്തിലേക്ക് ആഹാരം എത്തുന്നത് അല്ലേ? ഇനി ശ്വാസനാളം നൽകിയിട്ടുണ്ട് അല്ലേ? ശ്വാസനാളം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാരണമാണ് ശ്വാസനാളത്തിലേക്ക് ആഹാരം നേരെ കടത്തും പോകാത്തതെന്നാണ് പറയുന്നത്. നാക്ക് ആഹാരത്തെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് പ്രവർത്തനം നടക്കുന്നത്? നാക്ക് ആഹാരത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കി മാറ്റുന്നു. അപ്പോൾ നാക്ക് എന്താണ് ചെയ്യുന്നത്? നാക്ക് അണ്ണാക്ക് ഉണ്ടല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അണ്ണാക്ക് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നാക്ക് എന്ന് പറയുന്നത് ഈ അണ്ണാക്കിൻ്റെ സഹായത്തോടെ എന്ത് സംഭവിക്കും? അമർത്തും അല്ലേ? സഹായത്തോടെ അമർത്തിയിട്ട് ഉരുളകളാക്കി മാറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗ്രഹത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. അപ്പോൾ മൂക്കിലേക്ക് പോകാണ്ടിരിക്കണം അല്ലേ? ഭക്ഷണം എന്ന് പറയുന്നത് മൂക്കിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, എന്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ഗ്രസനിയിലെ ഗ്രസനിയിലേക്കാണ് എന്ത് തുറക്കുന്നത്? നാസാഗ്രഹണം തുറക്കുന്നത്. അപ്പോൾ ഈ നാസാഗ്രഹണം തുറക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? ചെറുനാക്ക് അടയ്ക്കുന്നു. ഇവിടെ നമ്മൾ ചെറുനാക്ക് പറഞ്ഞല്ലോ, ഈ ചെറുനാക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറുനാക്ക് അടയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? മൂക്കിലേക്ക് നാസാഗ്രഹത്തിലൂടെ എന്ത് പോകില്ല? ഭക്ഷണം പോകില്ല. മനസ്സിലായല്ലോ? ഇനി നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ എപ്പിഗ്ലോട്ടിസിൻ്റെ മുകൾ ഭാഗം അല്ലേ? എപ്പിഗ്ലോട്ടിസിനെ ഈ മുകൾ ഭാഗത്തിലൂടെയാണ് ആഹാരം അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നത്. ആരാണ്? നാക്കിൻ്റെ പിൻഭാഗമാണ്. അങ്ങനെ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ശ്വാസനാളം എന്ന് പറയുന്നത്, അത് മുകളിലേക്ക് ഉയരാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അടയ്ക്കുന്നു അല്ലേ? ഇത് ഇങ്ങനെ ഉയരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അടയും അല്ലേ? അപ്പോൾ ഉയരുമ്പോൾ ഇത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണമാണ് എന്ത് സംഭവിക്കാത്തത്? ശ്വാസകോശത്തിലേക്ക് എന്ത് പോകാത്തത്? ഭക്ഷണം പോകാത്തത് അല്ലേ? ഭക്ഷണം നമ്മൾ വർത്താനം പറയുകയാണെന്നുണ്ടെങ്കിൽ, വർത്താനം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് അവിടേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അറിയാലോ അല്ലേ? അത് കാരണമാണ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വർത്താനം ഒന്നും പറയരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഈ ഭാഗം ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? ദഹനത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആഹാരം വായിലേക്കാണ് എത്തുന്നതെന്ന് പറഞ്ഞു. വായിൽ ഉമിനീർ ഗ്രന്ഥി ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ സലൈവറി അമലേസ് ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നു. അപ്പോൾ വായിൽ എന്താണ് നടക്കുന്നത്? ഉമിനീർ ഗ്രന്ഥി ഉണ്ട്. ഉമിനീർ ഗ്രന്ഥി സലൈവറി അമലേസ് എന്ന് പറയുന്ന എന്ത് സംഭവിക്കും? എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അന്നജത്തിൻ്റെ ദഹനം അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നേരെ എങ്ങോട്ടാണ് എത്തുന്നത്? വായിൽ നിന്നും നേരെ എങ്ങോട്ടാണ് എത്തുന്നത്? അന്നനാളത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ അന്നനാളത്തിലേക്ക് എത്തി. അന്നനാളത്തിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ? തരംഗ രൂപത്തിൽ ഇവിടെ ഭക്ഷണം ഇങ്ങനെ തരംഗ രൂപത്തിൽ ഇങ്ങനെ ചലിക്കും. ഈ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണെന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പെരിസ്റ്റാൾസിസ് നടന്ന് ആഹാരത്തെ എങ്ങോട്ടേക്ക് എത്താണ് ചെയ്യുന്നത്? ആമാശയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആമാശയം എന്ന് പറയുന്നത്. ഈ ആമാശയത്തിലേക്ക് ആഹാരം നേരെ എത്തി. അപ്പോൾ വായിൽ നിന്ന് അന്നനാളം വഴി എങ്ങോട്ടേക്ക് എത്തി? ആമാശയത്തിലേക്ക് എത്തി. ക്ലിയർ ആയല്ലോ? ഇനി ആമാശയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ആമാശയത്തിലെ ആമാശയ രസം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നത്. pH ക്രമീകരിക്കുന്നുണ്ട്. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇതിലെ എൻസൈംസ് ഏതാണ്? പെപ്സിൻ ആണ്. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ലിപ്പേസുകൾ എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ശ്ലേഷ്മം എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആമാശയമാണ് പറഞ്ഞത്, കാരണം എന്ത് സംഭവിച്ചു? ദഹനരസങ്ങളിൽ നിന്നാണ് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആമാശയത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? HCl പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? HCl പ്രൊഡ്യൂസ് ചെയ്തിട്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. pH ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? പെപ്സിൻ എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്.
അതെന്താണ് ചെയ്യുന്നത്? പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പിന്നെ ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലിപ്പിഡ്സ് എന്ന് പറയുന്നതാണ് കൊഴുപ്പുകളും എണ്ണകളും എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്പേസ് കൊഴുപ്പിനെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു? ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ക്ലിയർ ആയല്ലോ ആമാശയം? നെക്സ്റ്റ് ആണ് ചെറുകുടൽ എന്ന് പറയുന്ന പാർട്ട്. ചെറുകുടൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അതാണ് ചെറുകുടൽ ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് നമുക്ക് എന്താണ് കരളും പാൻക്രിയാസും എന്താണ് ചെറുതായിട്ടൊന്ന് നോക്കാം അല്ലേ. കരൾ എന്ന് പറയുന്നത് പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. അപ്പം ഇതാണ് കരൾ എന്ന് പറയുന്നത്. ഇതാണ് കരൾ. കരൾ എന്താണ് ചെയ്യുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. അപ്പോൾ പിത്തരസം ഉള്ളത് എവിടെയാണ്? പിത്താശയത്തിലാണ്. പിത്തരസത്തിൽ എൻസൈംസ് ഇല്ല എന്നാണ് പറയുന്നത്. പിത്തരസത്തിലെ എൻസൈമുകൾ ഇല്ല. പിത്തരസത്തിലെ എൻസൈമുകൾ ഇല്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പക്വാശയത്തിലെത്തിയിട്ട് കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കരളിലെ പിത്തരസം ഉണ്ട്. പിത്താശയത്തിലാണ് പിത്തരസം ഉള്ളത്. അവിടെ എന്തില്ല? എൻസൈംസ് ഇല്ല. ഇത് കാരണം എന്താണ് സംഭവിക്കുന്നത്? പക്വാശയത്തിലെത്തിയിട്ടാണ് കൊഴുപ്പിനെ ചെറുകണികളാക്കി മാറ്റിയിട്ട് pH ക്രമീകരിക്കുന്നത്. ഇനി എന്താണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്? പാൻക്രിയാസ് നൽകിയിട്ടില്ലേ? ഒരു ചെറിയൊരു പിക്ചറിൽ പാൻക്രിയാസ് നൽകിയിട്ടുണ്ട്. എന്താണ് പാൻക്രിയാസ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസ് എന്താണ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ എന്താക്കി മാറ്റും? അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പാൻക്രിയാറ്റിക് അമിലേസ് ആണ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ട്രിപ്സിൻ പ്രോട്ടീൻ ഉണ്ട്. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പിന്നെ എന്താണ്? ലിപ്പേസുകൾ ഉണ്ട്. ലിപ്പേസുകൾ പറഞ്ഞല്ലേ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പോൾ പാൻക്രിയാസിലെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നേരെ പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട് അല്ലേ. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നുണ്ട്. ട്രിപ്സിൻ ഉണ്ട് അല്ലേ. ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ലിപ്പേസ് പറഞ്ഞു അല്ലേ. ലിപ്പേസ് പറഞ്ഞു. അതുപോലെ തന്നെ ലിപ്പേസ് കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ ഇവിടെ വരെ. ഇനി നമ്മൾ ചെറുകുടലും മെൻകുടലും പറഞ്ഞു നോക്കാം. ചെറുകുടൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, വായിൽ നിന്നും അന്നനാളം വഴി ആമാശയത്തിലേക്ക് നമ്മൾ ഫുഡ് എത്തി. അത് കഴിഞ്ഞ് നേരെ ചെറുകുടലിലേക്ക് എത്തി നിൽക്കുകയാണ്. ചെറുകുടലിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയുടെ ആകിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ എന്താണ് ചെറുകുടലിൽ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പറഞ്ഞ എന്താണ്? കരളും പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ചെറുകുടൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻറ്റസ്റ്റൈൻ ജ്യൂസ് ആണ് അല്ലേ. അതിലെന്തുണ്ടായിരിക്കും? വിവിധ കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാകും. ഈ സങ്കീർണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളെ ചെറുഘടകങ്ങളാക്കി മാറ്റാണ് ചെയ്യുന്നത്. ചെറുഘടകങ്ങളാക്കി എന്ത് രൂപത്തിലാണ് മാറ്റുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറയുന്ന 3 രൂപത്തിലാണ് മാറ്റുന്നത്. പിന്നെ അവിടെ പ്രോട്ടീയേസുകളുണ്ട്. പ്രോട്ടീയേസുകളിൽ നിന്ന് പേരെന്താണെന്ന് കിട്ടിയില്ലേ. പ്രോട്ടീയേസ് എന്ന് പറയുന്നത് പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്താണ് മുഖ്യമായിട്ട് നടക്കുന്നത്? ആഗിരണം നടക്കുന്നത് അല്ലേ. ചെറുകുടലിലാണ് ആഗിരണം നടക്കുന്നത്. എന്തിനെയൊക്കെ? വൈറ്റമിൻസ്, ജലം, ധാതുക്കൾ, ലഘു പോഷകഘടകങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് ചെറുകുടലിലാണ്. ആഗിരണം പൂർത്തിയാകുന്നത് പക്ഷേ വൻകുടലിലാണ് കേട്ടോ. അപ്പം എന്താണ് വൻകുടൽ? ചെറുകുടലിൽ നിന്നും നേരെ എവിടേക്ക് എത്താണ്? വൻകുടലിലേക്ക് എത്താണ് അല്ലേ. വൻകുടൽ എന്ന് പറയുന്നത് നോക്കിയൊക്കെ, ചെറുകുടൽ എന്ന് പറയുന്നത് നോക്കി ചുറ്റി വളഞ്ഞ് കിടക്കുന്നതാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. വൻകുടൽ എന്ന് പറയുന്നതാണ് ഇത് കേട്ടോ. വൻകുടലാണിത്. വൻകുടൽ എന്താണ് ചെയ്യുന്നത്? ദഹന വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു അല്ലേ. ദഹിപ്പിക്കാത്ത കുറച്ച് പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കില്ല, എന്നാലും ആ പദാർത്ഥങ്ങൾ ഇവിടേക്ക് എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. അവശേഷിപ്പിക്കുന്ന ജലവും ലവണം അല്ലേ. ജലം അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഗികമായിട്ട് ചെറുകുടലിലെ ഭാഗികമായിട്ടുള്ള ദഹിപ്പിക്കലാണ് നടക്കുന്നത്. പൂർണ്ണമായും ദഹിക്കൽ നടക്കുന്നത് വൻകുടലിലാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ്? വൈറ്റമിൻ കെയും ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടത്തെയും മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഈ വൻകുടലിൽ എന്താണ് പറഞ്ഞത്? ആഹാര പദാർത്ഥങ്ങൾ നേരെ അവിടേക്ക് എത്താണ്. ഇവിടെ കുറച്ചും കൂടി ജലം ലവണമൊന്നും വലിച്ചെടുക്കാതെ ആഗിരണം ചെയ്യാതെ ഉണ്ടായിരിക്കും ചെറുകുടലിൽ. അതൊക്കെ ഇവിടെയാണ് ആഗിരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നീ ബാക്ടീരിയകളും ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ അല്ലേ ഈ പാർട്ട്?
ഇനി ലഘുപോഷകങ്ങളുടെ ആഗിരണം എങ്ങനെയാണ്? അപ്പോൾ ആഗിരണമാണ് ചെറുകുടൽ മുഖ്യമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആഗിരണം എങ്ങനെയാണ്, ചെറുകുടലിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ലഘുപോഷകങ്ങളുടെ ആഗിരണം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്റർ വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. 6 മീറ്റർ നീളമുള്ളതും 2.5 സെന്റിമീറ്റർ വ്യാസമുള്ളതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഭാഗം എന്താണ്? പക്വാശയമാണ്. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. അപ്പോൾ ചെറുകുടലിൽ എന്തുണ്ട്? വിരൽ പോലെ കാണപ്പെടുന്നതിനെയാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഇത് ആഗിരണ പ്രക്രിയയ്ക്ക് എന്താണ്? സഹായകമാണ്. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വില്ലസുകൾ എന്താണ് ചെയ്യുന്നത്? അനേകം മടങ്ങ് പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഈ ഭാഗം ലഘുപോഷകങ്ങളുടെ ആഗിരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു പക്വാശയമുണ്ട്. അത് എത്ര സെന്റിമീറ്റർ ആണ്? 6 മീറ്റർ നീളമാണ്, 2.5 സെന്റിമീറ്റർ വ്യാസമാണ്, ചുരുണ്ടിട്ടാണ് കിടക്കുന്നത്. ചെറുകുടൽ എന്ന് പറയുന്നത് എന്താണ്? വില്ലസുകൾ ഉണ്ട് അല്ലേ? വില്ലസുകൾ എന്ന് പറയുന്നത് ഉൾഭിത്തിയെ വർദ്ധിപ്പിക്കുന്നതിന് അല്ലേ? പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്ന, ഉൾഭിത്തിയെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിനാണ് വില്ലസുകൾ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. ഇനി ഈ വില്ലസിനെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വില്ലസ് എന്ന് പറയുന്നത്, വില്ലസിൽ എന്താണ്? ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട് കേട്ടോ. ഒറ്റനിര അതൊക്കെ ഇവിടെ മുകളിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ? വിരല് പോലെ കാണപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത് പോഷകാഗിരണത്തിന്റെ പ്രാഥമിക പ്രതലമാണ് അല്ലേ? ഫസ്റ്റത്തെ പ്രതലത്തെയാണെന്ന് പറയുന്നത് ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് രക്തലോമികകൾ എന്ന് പറയുന്നത്? നോക്കി ഇവിടെ രക്തലോമികകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് രക്തലോമികകൾ നൽകിയിട്ടുണ്ട്. ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് ലോമികകളായിട്ട് മാറും. ഒരു ധമനി എന്തായിട്ട് മാറും? ലോമികളായിട്ട് മാറുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് എന്താണ്? സിരയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുകയാണ് രക്തലോമികകൾ ചെയ്യുന്നത്. ഇനി ലാക്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിൽ എന്ന് പറയുന്നത്. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? രക്തലോമികകളിലാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡ് എന്നിവയാണ് ആഗിരണം ചെയ്യുന്നത്. എന്നാൽ ലാക്റ്റിയിൽ എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ലാക്റ്റിയിൽ ആഗിരണം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാക്റ്റിയിൽ എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ആഗിരണം ചെയ്യുന്നത്. രക്തലോമികളിലാണെങ്കിൽ ബാക്കി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയാണ് ആഗിരണം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ?